അതായത് ഞാൻ ഒരു സിമ്പിൾ സംഭവം പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാല് നമ്മളൊരു പ്രേതം മറ്റേ ഈ ഒരു ലാബ് ടെസ്റ്റിംഗ് എന്താ പറയാ ടെസ്റ്റിംഗ് ഇതുപോലത്തെ ആൾക്കാരാണ് നമ്മള്. അപ്പൊ നമ്മളൊരു വീട്ടിൽ പെട്ടേക്കുവാണ്. അപ്പം അതില് നമ്മുടെ അമംഗസ് പോലെ നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോ 1 2 മറ്റേ സോംബി പോലത്തെ ആൾക്കാരുണ്ടാവും. അപ്പം അവര് സാധാരണ ഉള്ളപ്പോ നമ്മളെ മനുഷ്യന്മാരെ പോലെ ആയിരിക്കും. രാത്രി ഒരു ടൈം ആകുമ്പോ ഇവര് സോംബീസ് ആയിട്ട് നമ്മൾ പിടിക്കാൻ വരും. അപ്പൊ ഇവരെ എന്ന് രക്ഷപ്പെടണം. പക്ഷെ അതിനു മുന്നേ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പുറത്തേക്ക് ഗണ്ണൊക്കെ ഉണ്ട്. പക്ഷെ വെറുതെ വെടിവെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു രസം പോകും. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ട്രാക്കർ ഒക്കെ ഉണ്ട്, ഉള്ളിൽ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കുമ്പസരിക്കാനൊക്കെ പറ്റും ഉള്ളിൽ കണ്ടുപിടിക്കാം. ബാക്കിൽ നിൽക്കുന്നത് ഗഡി സ്നൈപ്പ് ജഗ്ഗു 1 2 3 4 5 6 8 വരെ ഒരാൾക്കും കൂടെ വരാം. ഇപ്പൊ നിങ്ങളെ റോളല്ല എങ്ങനെ കാണാൻ പറ്റും? റോള് പറയരുതേ ആരും. ഇൻക്വിസിറ്റർ ഇതെന്താ സംഭവം? മനസ്സിലാവുന്നില്ല. എല്ലാരും റോൾ എന്താണ് അണ്ണാ? റോൾ എന്താണ് പറയണേ? എല്ലാം അറിയണോ എനിക്ക്? വേണ്ട മച്ചറി ബ്രോ, അവന്റെ PC-ൽ അത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് വാ. അവന്റെ വീട്ടിലെ നെറ്റ് ഒന്ന് കണക്ഷൻ ഒന്ന് മാറ്റി കൊടുത്തിട്ട് പെട്ടെന്ന് ഇപ്പൊ തന്നെ ഇതാക്കിയിട്ട് അവനെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോവാ. അവനും കൂടെ വെച്ച് കളിക്കാം. ഹലോ ഇതെന്ത്? ഹലോ, ഞാൻ പറയുന്ന കേൾക്കാവോ ആർക്കെങ്കിലും? ഇതെന്താ? സ്പേസ് സെലക്ട്. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് ടാസ്ക് ഒക്കെ ചെയ്താ നമുക്ക് പുറത്തോട്ടുള്ള ഡോർ. എന്റെ കൂടുള്ളവരൊക്കെ എന്ത് ചെയ്യടാ? ഞാൻ പറയുന്ന ആർക്കെങ്കിലും കേൾക്കാവോ? ഹലോ ഹലോ എടാ കേക്കാവോ? കേക്കാവോ? ഇതെന്താ ചെയ്യണ്ട? ഞാൻ അണ്ണന്റെ റോൾ എന്താ ഞാൻ കേക്കട്ടെ. ആരോടും പറയത്തില്ല. ഇല്ല ഞാൻ പറയത്തില്ലടാ, എനിക്ക് അറിഞ്ഞൂടാ. അണ്ണ എന്റെ റോൾ എന്താന്നറിയോ? എന്റെ മറ്റേതാ. നീയാണോ ആൾക്കാരെ കൊല്ലുന്നത്? അല്ല, ഞാനല്ല. ഇവനാ വില്ലുമോന്റെ മോനാണ്ട. ഇവനെ കണ്ടാ അറിയാം. ഇതൊക്കെ എന്താ നിങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത്? എനിക്കൂടെ പറഞ്ഞ അണ്ണ ഇങ്ങോട്ടോ വന്ന ഇവിടെ മേടിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ ചന്ദ്ര ഇതെന്ത് പറയും? ഹലോ ചന്ദ്ര, എല്ലാരും ഇത് എങ്ങോട്ട് കൂടി എല്ലാരും? ഹലോ ഞാൻ ഹാൻസ് വാസ് എക്സിക്യൂട്ടഡ്. ഹാൻസാ ചന്ദ്രനെ കൊന്നുകളഞ്ഞ്. അണ്ണ ചന്ദ്രനെ പ്ലാച്ചി. ചന്ദ്രനെ ആരോ പ്ലാച്ചി. ചന്ദ്രനെ പ്ലാച്ചി. ആരാ പ്ലാച്ചിയത്? അണ്ണ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സെർച്ചിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, നമുക്ക് സെർച്ച് ചെയ്യാം. അന്ന് ആരെയും ഡൗട്ട് ഉണ്ടോ? എനിക്ക് ചന്ദ്രൻ ഡൗട്ട്. ആ രഘുൽ വിയബിൽ എനിക്ക് സംശയമുണ്ട്. അവൻ ഇതുവരെ ഒന്നും കോച്ചൊന്നും ഇവിടെ കിടന്നേ. ഒന്നുകൂടെ കിടന്നേ. കോച്ചൊന്ന് കിടന്നേ. കിടക്ക് ഇവിടെ.
കോച്ച് ഇടിക്കുക ഇവിടെ കിടക്ക് ഇവിടെ കിടക്ക് കിടക്ക് ഇവിടെ കൂട്ടിട്ട് അടിക്കുവേ പെരുന്നാളി അടിക്കുവേ കിടക്ക് കിടക്ക് അണ്ണാ ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ വെയിറ്റ് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഏതാടാ സെർച്ച് പண்ற ഇത് കോച്ച് റിയൽ ലൈഫിലെ സെയിം അണ്ണാ വെയിറ്റ് ചെയ്ത് അവിടെ കിടക്ക് കോച്ച് കിടക്ക് നീ കിടക്ക് നാക്ക എന്താ നോക്കറ കോച്ച് അവിടെ കിടക്ക് അണ്ണ കോച്ച് തന്നെ അണ്ണ കോച്ച് കിടക്കുന്നില്ല കോച്ച് കോച്ച് തന്നെ ഓടണോ എവിടെ കിടക്ക് 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 കോച്ച് കിടക്ക് എടാ നീ തോക്കെടുത്തടാ ഇന്നസെന്റ് അണ്ണ ഇന്നസെന്റ് അണ്ണ ഇന്നസെന്റ് എന്ന് പോയി ഹലോ ആ അണ്ണ ഈ മന്ദാരത്തിന് എനിക്ക് ഗഡിന് ഒരു സംശയം ഇല്ലേ ഇവിടെ എടാ ഹലോ ഹലോ നിന്റെ കളികളുടെ സുഖം എനിക്ക് മൂത്ര ഹലോ രഘുലേ പിടിച്ചോണ്ട് പന്നി കളഞ്ഞായിട്ട് അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ അവർക്ക് കോച്ച് നമുക്ക് കേൾക്കാൻ പറ്റും. ഞാനിവിടെ കൂട്ടുലാണെങ്കിൽ ഇരിക്കാനുള്ള എന്തിനാണെന്ന് പറഞ്ഞോണ്ട് നിന്നെ ആദ്യമേ എന്റെ മുന്നിലിട്ടാ നിന്നെ ഫ്ലാച്ച് ചെയ്ത് ഞാൻ കണ്ടു നിന്നെ കൈകൊണ്ടെടുത്ത് ഞാൻ വിചാരിച്ച് കണ്ടല്ലേ കുണ്ണെ ഞാൻ വിചാരിച്ച് നീയാണ് എന്നെ കൊണ്ടുപോയെന്ന് കാരണം നീയാണ് പ്രേതന്നാണ് വിചാരിച്ചിരുന്നത് എനിക്ക് അറിയില്ല ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട് ഉണ്ടല്ലേ എടാ ഗഡി നിന്നെ എന്റെ വിലയേറെ സംശയം സ്നൈപ്പാണ് മിഷൻ ചെയ്ത രക്ഷപ്പെടൂടാ എന്നടാ മേടിക്കുന്നു സ്നൈപ്പ് ഞാൻ സ്നൈപ്പാണടാ ആള് പ്രിയ ഹലോ അളിയ ബാല ഞാൻ മിമിക്കാം ബാല ഞാൻ മിമിക്കാടാ എനിക്ക് നിന്റെ അഭിനയം കണ്ടിട്ട് ചെറിയ വെയിറ്റ് ഞാൻ വാസോണിന്റെ റോൾ എടുക്കാം നീ വലിയ ഇപ്പൊ മിമിക്ക് റോൾ എടുക്കുന്ന എനിക്ക് വേണ്ടി നോക്കിക്കോ മിമിക്ക് റോൾ എടുക്കും പോരെ കോപ്പിയുടെ റോൾ ആ ഞാൻ മിമിക്കാണ് കണ്ട അളിയ ആരെ കൊണ്ടുപോയി കോച്ചിനെ പിടിച്ച് കോച്ചാണെന്ന് തോന്നിട്ട് ആള് അല്ല കോച്ചിനെ പിടിച്ചതായത് ഇതാരും സ്പെക്കിയാണ് ഇപ്പൊ കോച്ചിന് സ്പെക്ക് എടാ അവനാണ് ആള് വില്ലുമോൻ നീ എന്റെ കോച്ചിന് സ്പെക്ക് ചെയ്തേ കഴിവേറി നീ കോച്ചിന് സ്പെക്ക് ചെയ്തേ നീ പണ്ടിയെ കോച്ച് ഒളിച്ചിരിപ്പുണ്ട് അവിടെ കോച്ച് രക്ഷപ്പെട്ടോ ഹലോ ഗായ്സ് എവിടെയുണ്ട് എല്ലാരും എന്നെ ആരെ കൊന്നടാ ഹായ് രഘുൽ സുഖല്ലടാ ഹായ് രഘുൽ എന്നാ ഉണ്ട് വിശേഷങ്ങൾ സൂപ്പർ അവിടെ സ്വർഗത്തിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ലേ എല്ലാരും പക്ഷെ ഡ്രീമർ എവിടെ ഇരിക്കുന്നു ഡ്രീമർ ഞാൻ മരിച്ചു എന്നെ പ്രത്യേക തരത്തിൽ ഒരാളത് വക്കിക്കൊണ്ട് എന്റെ അമ്മ അവന്റെ അഭിനയം നോക്കിയടാ വില്ലുമോന്റെ അഭിനയം നോക്കിയാ നിന്നെ എനിക്ക് സംശയമുണ്ട് പക്ഷെ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകുന്നില്ല മിഷീനൊന്നും തീർക്കട്ടെ നിന്നെ ഞാൻ ചെയ്യും നീ വാ നീ എടാ അപ്പൊ ഇവര് പിടിക്കുമ്പോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലടാ പഴയ നമ്മുടെ അച്ഛനല്ലേ പിടിക്കാൻ പറഞ്ഞ രക്ഷപ്പെട്ടോണേ അങ്ങനല്ല കാട്ടുമാക്ക് ഈ ഞെക്കുന്ന എന്തോ ഒരു ഓപ്ഷൻ കാണിച്ചായിരുന്നടാ
ഈ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അവനെ ഇടിക്കാൻ പറ്റും. അവൻ ഇടിച്ചെന്ന് രക്ഷപ്പെടാത്ത വഴിയൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ കളിക്കുന്നത്. അതെ അടുത്ത റൗണ്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റ് ആവും. ഇതില് ഈ ടോർച്ചുണ്ട്. ഈ ടോർച്ച് വരുമ്പോ മറ്റേ സാരികളെ ആരെ പിടിച്ച് വില്ല് എവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. മൗസിൽ റൈറ്റ് ബട്ടൺ ഞെക്കി POV മാറ്റി. സംസാരം കണ്ടോ ഒന്നും അറിയാത്ത പോലെ. അളിയാ അളിയ എന്നെ കണ്ണ് കാണുമല്ലേ സോംബീന്. അളിയ നമ്മള് മൂന്നുപേര് തന്നെ ചത്ത്. നമ്മൾ അന്നേരം ഒളിച്ചിരിക്കണം കേട്ടാ. ഇവൻ ഇതിങ്ങനെ രണ്ടുപേരല്ലേ രണ്ടുപേരും ആരൊക്കെ ഇവനും സാധനത്തില് കയറ്റി. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? അവിടെ പടുത്തിരുന്നാ വിട്ടുപോയിട്ട് പടുത്തിരുന്നല്ലേ പടുത്തിയല്ല. ഈ നിന്നെ ആരാ? ഹലോ നൈനെ ആരാ? ഹലോ നൈനാര് ഇപ്പൊ നീ അല്ലല്ലോ ഉറപ്പല്ലേ? ഞാൻ നിന്റെ മേത്ത് ട്രാക്ടർ വെച്ചിട്ടുണ്ടേ. നൈനാര് മന്ദാരോ ഗഡിയാണടാ. ഇവർ രണ്ടുപേരുമാണ് ഈ സാധനം. അളിയാ നൈനാണ് ഒരു മിണ്ടല്ലേ അല്ല എന്റെ അകത്ത് സ്നൈപ്പർ ട്രാക്കർ വെച്ചിട്ടുണ്ട്. സ്നൈപ്പാണ് നിനക്ക് അറിഞ്ഞോടാ. എന്റെ അകത്ത് ട്രാക്കർ വെച്ചിട്ടുണ്ട്. ഹലോ എടാ ബാല ഞാൻ പറഞ്ഞ പോലെ ഈ ലൈറ്റ് ട്രാപ്പിന്റെ അടുക്ക് നിക്ക്. ഇത് അടിച്ചോളൂ. ഞാൻ അടിച്ചു പോയാ ഞാൻ എടാ ഒന്നും മിണ്ടാതിരിയടാ രഘുലെ അളിയാ. എടാ മന്ദാരമാണ് ബാല മന്ദാരമാണ്. അതെങ്ങനെ ഒരു പൊക്കി കണ്ട രണ്ട് അമ്മമാരോട് ഒരുമിച്ച് നിക്കുക കേട്ടാ. അളിയാ കൊന്നളിയാ. ആരെ? കൊന്നളിയാ സ്നൈപ്പിന് കൊന്നടാ. റീലോടൊക്കെ ചെയ്യുന്നു. സോംബി ആയിരുന്നു കേട്ടോ. ഇതെന്താ പണ്ണി. വെൽക്കം. ആരാണ് ശരിക്കുള്ള കള്ളൻ? മന്ദാരവും സ്നൈപ്പും അല്ല ഗഡി. കൊള്ളന്മാര് ആ മന്ദാരം. ഇനി സ്നൈപ്പ് മാത്രമേ ഉള്ളൂ ജീവനോടെ. അവനെ വെടിവെച്ചൊന്ന്. ആര്? സ്നൈപ്പില്ല, സ്നൈപ്പുണ്ട്. അയ്യോ കൊന്നില്ലേ? അയ്യോ പാവത്തിനെ വെടിവെച്ചൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. നീയാണോ വെടിവെച്ചേ? പിന്നെ ഞാൻ വിളിച്ച അവനായിരിക്കുന്നു. അവന്റെ അഭിനയം കണ്ടപ്പോ ഞാൻ വിളിച്ച അവനായിരിക്കുന്നു. സ്നൈപ്പ് അല്ലാതെ അവൻ ഇച്ചിരി ഓവർ ആക്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോ അനാവശ്യമായിട്ട് ട്രാക്കറൊക്കെ കൊണ്ടുവെക്കണം. അപ്പോഴേ പിടിച്ച് കള്ളനകത്ത് കഴിച്ച്. ഇപ്പൊ ഗണ്ണാരുടെ അടുത്തിരിക്കുന്നു. ഗണ്ണ് സോംബിനടുത്ത് കേട്ടാ. നമുക്ക് ഒളിക്കാനൊന്നും പറ്റത്തില്ലടാ. നമുക്ക് പറ്റും. അല്ല ഇതിനകത്ത് എസ്കേപ്പ് ഓപ്ഷൻസ് കൂടെ പറയടാ. എന്നാലും നമുക്ക് ഗെയിം എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുള്ളൂ. അതെ കൊറേ സംഭവം ഉണ്ട്. പക്ഷെ എല്ലാം ഞാൻ മറന്നുപോയി. ആണ് ഇങ്ങനെ കൊറേ സാധനം ചെയ്യാൻ പറ്റും. 3D സൗണ്ട് മാറ്റാനൊന്നും പറ്റൂലടാ. അതങ്ങനെയാണ് 3D സൗണ്ട് ഒക്കെ ഡിസേബിൾഡ് എന്റെ ഓഫാ. 3D ഹെഡ്ഫോൺസ് കൊണ്ടാ ടാസ്ക്. ഇവര് സംസാരിക്കും നമുക്ക് കേൾക്കാൻ പറ്റൂലേ? ക്യാമറ കൊണ്ട് എസ്കേപ്പ് ആവാം. അവനെ പെട്ടെന്ന് കാണാൻ പറ്റും. സ്നൈപ്പിന്റെ താക്കോല് കിട്ടി. സ്നൈപ്പ് രക്ഷപ്പെടും. എക്സിറ്റ് ഇനി അവിടെ അൺലോക്ക് ആക്കി പോയാൽ മതി. എസ്കേപ്പ് അൺലോക്ക്ഡ്.
ഇൻസ്പെക്ടഡ് വിന്ന്. ഓ ഓക്കെ, അപ്പം നിക്ക് ഞാൻ പറയാം. കണ്ട കള്ളന്മാര് രണ്ടുപേര്. അപ്പൊ ഇവന്മാര് പിടിച്ച് കൊല്ലുന്നതിന് മുമ്പ് താക്കോല് കണ്ടുപിടിക്കുക, തുറക്കുക, പോവുക. അതാണല്ലേ ടാസ്ക്, അതാണല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് ഇപ്പോഴാണ് പിടി കിട്ടിയത്. അയ്യോ ഇതല്ലല്ലോ, അത് കഴിഞ്ഞോ? അത്ര പിടി കിട്ടിയില്ല. ഹലോ ഹലോ ഹലോ, കേക്കാവോ? കേക്കാവോ? എടാ ഇപ്പോഴാണ് കളി എന്തോന്ന് മനസ്സിലായത്. ഇപ്പൊ ഒരു കളി നിങ്ങൾക്ക് മറ്റേ ക്യാമറ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രേതം വരുമ്പോ അതിന്റെ മേത്ത് ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചേരത്തേക്ക് ഇതാവും, ചണ്ണാവും. ആണല്ലേ? ഓ ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെ ചെയ്യണ്ടേന്ന് പറ. എടാ ഒരു ഇൻഫെക്റ്റഡ് ഇടാൻ പറ്റത്തില്ല, ഒരാള് മതി. അണ്ണാ ഡിസ്കോഡ് വരുമോ? ആ ഡിസ്കോഡ് വരാം. പറയടാ, പറ. അണ്ണ ഈ ആ ടോർച്ച് അങ്ങനത്തെ സാധനമൊക്കെ വെച്ചിട്ട് ഉപകാരം ഉണ്ട്. അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ ഒരു നിമിഷത്തേക്ക് സ്റ്റണ്ണാവും. ഓക്കെ 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 ഈ ഗൺ പോക്ക് വെച്ചൊരു ഗുണമില്ലേ അപ്പം? ഇവരെ കാണുന്നില്ലല്ലോ, എങ്ങനെ പിന്നെ അടിക്കുന്നതിനെ? ഞാൻ വിചാരിച്ചു ഇവന്റെ അഭിനയം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ തന്നെ. എടാ ഞാൻ അവിടെ മിമിക്കിന്റെ റോൾ വിചാരിച്ചേ. എടാ ബാല, നിനക്ക് ഞാൻ അവിടെ നിന്ന് മിമിക്കിന്റെ റോൾ എടുത്തപ്പോ മനസ്സിലായില്ലടാ ഞാനല്ലാന്ന്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലായിരുന്നു. ബൈ ഐറ്റംസ് ഫ്രം ഷോപ്പ്. ഹലോ അന്ന എല്ലാരും ഒരുമിച്ച് നിൽക്കണ്ട, അപ്പൊ നമുക്ക് പ്രേതത്തിന്. എടാ ഞാൻ കേൾക്കുന്നുണ്ടാ ഞാൻ പറഞ്ഞേ? ഇപ്പൊ എനിക്കൊരു ഡൗട്ട്. ഇപ്പൊ ഗോസ്റ്റ് ആണെങ്കിൽ എങ്ങനെ അതിന്റെ ഫോർമേഷൻ എങ്ങനെ? ഇങ്ങോട്ട് വാ ഞാനൊരു സ്ഥലം കാണിച്ചാ. ഇങ്ങോട്ടോ, എന്റെ പുറകെ വാ. ഈ ഇൻഫെക്റ്റഡ് ബാക്കിയാരാ? അണ്ണാ അവരുടെ മുന്നിൽ നിന്ന് മറ്റേ ആക്ടിവേറ്റ് എന്നുള്ള സാധനം നിൽക്കല്ലേ. നിങ്ങൾ കള്ളനൊന്നുമല്ലല്ലോ അല്ലേ? പുതിയ പയ്യൻ എന്നെ കൊണ്ട് എടാ അത് സസ്യാണല്ലോ, ഞാൻ പോണേ. നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവർ സംസാരിച്ച കേക്കുവോ? ആ എനിക്ക് അപ്പൊ നിങ്ങളാണോ? നമ്മള് അയ്യോ പറയല്ലേ. എടാ ഇതൊന്ന് പറഞ്ഞാടാ. പിടിച്ചാ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ദൂരെ പോയി കേക്കാവോ? നിങ്ങൾ ഇങ്ങോട്ടോ. എന്താണ്? മാറ്റി സംസാരിക്കും. ദൂരെ പോയി സംസാരിക്കണം. അവരുടെ അടുത്ത് അണ്ണ പച്ചത്തെ പ്രേതത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് സസ്യമുള്ളവൻ ഇവിടെ എനിക്ക് മനസ്സിലാവും. എടാ മന്ദാര കേക്കാവോ? ഞാൻ പറഞ്ഞേ മന്ദാര കേക്കാവോ? എന്തോ ചെയ്യണ്ടേ എനിക്ക് മനസ്സിലായിട്ടില്ലടാ. അണ്ണാ ടീനെ കിട്ടീനെ. അല്ല ഗൈസ്, എനിക്ക് ഇവരോട് സംസാരിക്കുന്ന മനസ്സിലാവുന്നില്ല. ടീനൊക്കെ അപ്പൊ ട്രാൻസ്ഫോം വരും. അപ്പൊ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതാവും. എടാ ഞാൻ നിന്നോട് പറഞ്ഞ ഇപ്പൊ കേക്കാവോ? അതെ അവർക്കും കേക്കും മനസ്സിലായോ? അപ്പൊ പിന്നെ നീ എങ്ങനെ എന്നോട് സംസാരിക്കുന്നേ? അതിലടുത്ത് ഞാൻ ദൂരെ പോയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്, അടുത്ത് വന്നിട്ടല്ല. ടീനെക്കുക എന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോം ആവും. ഇത് എനിക്ക് ആൾക്കാർ എവിടെയാണെന്നൊന്നും മനസ്സിലാവണില്ല. ഇതെവിടെ കയറി ഇരിക്കുന്നേ?
എടാ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കും? കേൾക്കുന്നുണ്ട്. ഇവിടല്ലേ അണ്ണാ ഇത് അഭിനയം നിർത്തിക്കണ്ണ. മനസ്സിലായി അഭിനയൊക്കെ മനസ്സിലായി. അഭിനയൊക്കെ നേരെ നിൽക്കാറിയാത്ത എന്റെ അടുത്താ. യു ആർ സൈലൻസ്ഡ്. എന്താ മൗസ് ഫൈവ് ആണ് ഇൻഫെക്റ്റഡ്? അതാ നിക്ക് ഒരു മിനിറ്റ്, ഞാൻ എന്താ കാണണ്ട. അല്ലടാ എനിക്കത് ഇതുവരെ ഇത് കിട്ടിയില്ല. സത്യമായിട്ടും പറയാമല്ലോ. എനിക്ക് ഇതാ പുഷ് ടോക്ക് ഇൻഫെക്റ്റഡ് മൗസ് 5. മൗസ് 5 സംസാരിക്കുന്നേ. എനിക്കിത് ആരെങ്കിലും കാണിച്ചു തരണം. ടീനൊക്കെ എനിക്കൊന്നും വരുന്നില്ല. വാസനാണ് പുറത്തു വന്നത്. എന്റെ പൊന്നെ ചന്ദ്രനാണ് ഓടിയിട്ട് എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് ഓടി വരുന്നത് ഞാൻ കണ്ടാണ്. ഞാൻ അന്നേരമാണ് ഇവിടെ നിൽക്കുന്നത്. വെളിയിൽ നിന്ന് ഇപ്പൊ അണ്ണനെ ചന്ദ്രനെ പൂത്തി കയറി അണ്ണ ഒന്നുമില്ല, ചന്ദ്രനെ വോട്ട് ചെയ്തിട്ട് അങ്ങ് ഇതാക്കുക. അപ്പൊ ചന്ദ്രൻ കൺഫസ്റ്റ് റിവീല് ഡി. Thy fate has been decreed. They have chosen to confess their innocence. കൊല്ല് തീരാകിയെടുത്ത് എനിക്ക് ഒന്നും വരുന്നില്ലടാ. എനിക്ക് അതാ എനിക്ക് മനസ്സിലായില്ല സത്യമായിട്ട്. തീ സ്ക്രോളോ ഇത്? ഞാൻ തീ എനിക്ക് മനസ്സിലാവണല്ലേ സത്യമായിട്ട് ഗൈസ്. എടാ വേറെ എന്നെ ട്രാക്ക് ചെയ്തോ? എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനാണ് ഈ ക്യാമറ ഇത് പിടിച്ച് ഞാൻ ഇതില് നോക്കടാ. അണ്ണനെ എവിടെ നോക്ക്. നമ്മൾ നാലുപേരും ചെയ്യാൻ. നമുക്ക് 4 കൊല്ലിച്ചേക്കാം. ഇതിലൊന്നും ആൾക്കാരെ കാണുന്നില്ലല്ലോ. മിഷൻ ചെയ്യണതിന്റെ ഇടയില് ഇത് എവിടെ ഒരു മിഷൻ ഉണ്ട്. ഒരു കണ്ണ് പെട്ടെന്ന്. എടാ മന്ദാരം എവിടെയാടാ മിഷൻ? മന്ദാരം അവിടെ മിഷൻ ഉണ്ടായില്ല. നിനക്ക് എവിടെ നിന്ന് അവിടെ മിഷൻ വന്നു? ഇത് നീ വേണം ചെയ്തത് ഇവിടെ ഉണ്ടാക്കില്ലടാ. എടാ എന്താ എടാ മിഷൻ അല്ലേലും നൈറ്റ് എപ്പോ ആവും? സമയൊന്നും കാണിക്കൂലേ? സെർച്ച് അണ്ണാ ടീ അടിച്ച് ട്രാൻസ്ഫോം ആകും. അണ്ണാ ടീ അടിച്ച് ട്രാൻസ്ഫോം ആകും.
ലൈഫിലേക്ക് വണ്ടി കേട്ടാ ബുദ്ധിമാനെ ഇപ്പോഴാണ് കളി മനസ്സിലായത്. മനസ്സിലായ എനിക്ക് ഇത്ര നേരം കാര്യം മനസ്സിലായില്ല. സ്നൈപ്പ് അല്ല ചത്തത്. അണ്ണനവിടെ ആദ്യം അണ്ണനെ കണ്ടുപിടി. പ്രേതത്തിലേക്ക് അണ്ണാന്ന് വിളിക്കണ മനസ്സിലാവും കൊണ്ടേന്നായിരിക്കും വിളിക്കുന്നത്. അയ്യോ എന്ത് സാധനമൊക്കെ അല്ലേ. എന്നെ പിടിച്ചോ അവൻ. അണ്ണാ നോക്കുന്നു. എസ്കേപ്പ് എസ്കേപ്പ് ആടാ. Ruthless, lying murder. Let's go.